അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾക്ക് ഇന്ന് എല്ലാവർക്കും അറിയാം, ഇന്ന് ഇന്റർനാഷണൽ ബുക്ക് ഡേ ആണ്, ഇന്റർനാഷണൽ പുസ്തക ദിനമാണ്. അപ്പോൾ നമുക്കിന്ന് വേൾഡിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് റൈറ്റേഴ്സ്, അതായത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാം. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളിന്ന് പോവുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെന്ന്, നമുക്ക് ആരൊക്കെയാണ് അവർ, പിന്നെ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു 10 പുസ്തകങ്ങൾ, മലയാളത്തിൽ തന്നെയുള്ള ഒരു 10 പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഏപ്രിൽ 23 എന്തുകൊണ്ട് പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വില്യം ഷേക്സ്പിയർ എന്ന അതുല്യനായ ഒരു എഴുത്തുകാരന്റെ ജന്മദിനമാണെന്ന്. 1564 UK അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു 96 ബുക്കുകളോളം അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾ തന്നെയാണെന്ന് പറയാം. അതിൽ പിന്നെ കൂടുതലും ഒരു 37 ഡ്രാമാസ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഡ്രാമാസ് പിന്നെ പറയേണ്ട കാര്യം നമുക്കറിയാൻ പറ്റും. റോമിയോ ജൂലിയറ്റ് ഒക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്, ആർട്ടിസ്റ്റുകളാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയാനായിട്ട് വേറെ ഒരു റൈറ്റേഴ്സ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് ഇപ്പോൾ വില്യം വേർഡ്സ്വർത്ത്, ചാൾസ് ഡീക്കൻസ്, പിന്നെ പുതിയ തലമുറയിലാണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലുള്ള ഒരുപാട് പ്രതിഭാധനന്മാരായിട്ടുള്ള വേൾഡ് റൈറ്റേഴ്സ് വേറെയും ഉണ്ടെന്ന് തന്നെ പറയാം. നമുക്ക് വേറെ പുറമെ നോക്കുവാണെങ്കിൽ അവരൊക്കെയാണ് വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ്. ഇപ്പൊ ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫേമസ് ആയിട്ട് എടുത്തു പറയാനുള്ളത് സൽമാൻ റുഷ്ദി, അരുന്ധതി റോയ്, സത്യജിത് റേ, പിന്നെ അതേപോലെ തന്നെ പുതിയതായിട്ട് ചേതൻ ഭഗത്ത്, അങ്ങനെയുള്ളവരുടെ റൈറ്റിംഗ്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വായിച്ചിരിക്കേണ്ട ഒരു റൈറ്റിംഗ്സ് തന്നെയാണ്. പിന്നെ കേരളത്തിലേക്ക് നമുക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് പറയണമെന്നൊന്നും ഇല്ല. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ റൈറ്റിംഗ് ലോകത്തേക്ക് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളേക്ക് സംഭാവന ചെയ്തൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരുപാടെന്ന് പറയാൻ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്ന, നമുക്ക് പേരെടുത്ത് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ തകഴി ശിവശങ്കരപ്പിള്ള, അല്ലെങ്കിൽ നമ്മുടെ ONV സാറ്, നമ്മുടെ M മുകുന്ദൻ, കാക്കനാടൻ, ഉറൂബ്, പിന്നെ SK പൊറ്റക്കാട്, അതേപോലെ തന്നെ ബെന്യാമിന്റെ ഒക്കെ ആടുജീവിതമൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ്. പിന്നെ KR മീര, പുതിയ തലമുറയിലെ റൈറ്റേഴ്സ് ഒക്കെയാണ്. KR മീര, അങ്ങനെ സുഭാഷ് ചന്ദ്രൻ, അങ്ങനെയുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെയൊക്കെ റൈറ്റിങ്സ് വളരെ 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 നമുക്കിപ്പോ ഒരുപാട് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ്. ഇപ്പൊ ഈ കമലാസുരയെ പോലുള്ള ആളുകളുടെയൊക്കെ ബുക്കുകൾ, അത് ആത്മകഥ, എന്റെ കഥ എന്നൊക്കെ പറഞ്ഞ ബുക്കുകൾ നമ്മൾ വായിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ MT വാസുദേവനാരുടെ 4 കെട്ടൊക്കെ വായിക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അത് എത്രത്തോളം രസകരമായിട്ട്, നമുക്ക് എത്രത്തോളം നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്ന രീതിക്കാണ് എഴുതിയിരിക്കുന്നതൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ നമുക്കൊരു വായിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ലോക്ക്ഡൌൺ സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വായിച്ചിരിക്കണം. ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് മുമ്പിലേക്ക് പോകുമ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ഇപ്പൊ ഏതാണ്ട് മെയ് 3-ാം തീയതി വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും സമയം അതിക്രമിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഈ വായനാ ദിനമൊക്കെ ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുക്കുകളൊക്കെ വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എനിക്കിപ്പോൾ ഓർമ്മ നമ്മുടെ കുഞ്ഞിനെ മാഷ് പറഞ്ഞ കാര്യമാണ്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളരും. അപ്പൊ അതാണ് നിങ്ങളോടും പറയുന്നത്, വായിക്കുക. കുറച്ചെങ്കിലും ഒക്കെ എടുത്ത് അവിടെ നിന്നൊക്കെ വായിക്കുക. നമുക്ക് ഇപ്പോൾ ഇന്റർനെറ്റിലൊക്കെ സുലഭമായിട്ട് അതിന്റെ PDF നമുക്ക് സുഖമായിട്ട് കിട്ടും, നമ്മൾ വായിക്കുക. അപ്പൊ ഞാൻ ഒരു 10 ബുക്കുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മൾ ബിഗിനേഴ്സിന് വായിക്കേണ്ട 10 ബുക്കുകൾ. അപ്പൊ അതിൻ്റെ അകത്ത് ഞാനിപ്പോ ഈ പറഞ്ഞ റൈറ്റേഴ്സിൽ ആരുടെയെങ്കിലും ഒക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് സദയം ക്ഷമിക്കുക. അപ്പോൾ ഓരോരുത്തർക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഫേവററ്റ് ആയിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടാവും. ഞാൻ പറയാൻ വിട്ടുപോയ ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു റൈറ്ററുടെ പേര് ഇപ്പോൾ പറയാണ്, വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിനൊക്കെ മറന്നുപോയത് ക്ഷമിക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ പോലത്തെ ഒരു 10 ബുക്കുകൾ നമുക്ക് എഴുതി വെച്ചാൽ നമ്മൾ ബിഗിനേഴ്സിന്, അത് തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റിയ ഒരു 10 ബുക്കുകൾ ഞാനപ്പോൾ നിങ്ങളോട് ഏതൊക്കെയാണെന്ന് പറയാം. നമുക്ക് ആ 10 ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു കാര്യം ആദ്യമേ പറയാം. നമ്മളെ ഈ 10 കഥകൾ അല്ലെങ്കിൽ 10 നോവലുകൾ ഞാൻ പറയുന്നതിന് മുമ്പാട് നിങ്ങൾ ആദ്യം ഒരു പേനയും പേപ്പറും എടുത്ത് നോക്കണം. കാരണം നമ്മൾ ഇത് വെറുതെ കേട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വായിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം പണ്ടൊക്കെ ഞങ്ങളുടെ സാറുമാർ ഞങ്ങളോട് പറയുമായിരുന്നു, എടാ ആ ബുക്ക് വായിച്ചു നോക്കണം, നല്ലൊരു ബുക്കാണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ അപ്പം പറയും, ആ സാറേ ഞങ്ങൾ വായിക്കുക, ഞങ്ങൾ എന്തായാലും വായിച്ചിരിക്കും സാറേ എന്ന് പറയും. പക്ഷെ നമ്മൾ അതൊന്നും കേൾക്കാറില്ല. നമ്മൾ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നേലും വായിക്കാമല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു വിഷമം മനസ്സിലാവണം നമുക്ക് ഇപ്പോഴാണ്. കാരണം നമ്മളൊരു വർക്കിനൊക്കെ പോയി ഇപ്പൊ മുമ്പിലേക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ടൈം കിട്ടാണ്ടായി. അപ്പൊ ഒന്ന് വായിക്കണമെങ്കിൽ തന്നെ ഒരു ഇത്തിരി ടൈം അതിന് വേണ്ടിയിട്ടൊരു മാറ്റി വെക്കാൻ ടൈം ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് ഫ്രീ ടൈമിലൊക്കെ ആയിരുന്ന സമയത്ത് വായിച്ചെങ്കിലോ എന്ന് കരുതുന്ന ഒരുപാട് ബുക്കുകളുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വായന എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ ഏറ്റവും പാടുള്ളൊരു ശീലമാണ്. ഏറ്റവും തുടങ്ങാൻ നമ്മളിപ്പോൾ കുറച്ചു നേരം വായിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ച് നമുക്ക് പോകണ്ടെന്ന് പറയും. പക്ഷെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിലേക്കൊന്ന് കടന്നു ചെന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇതേപോലെ വായനയോട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമില്ലെന്ന് തന്നെ പറയാം. നമ്മൾ ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നേരം അതിനകത്ത് വീഡിയോസ് ഒക്കെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കും. അതേപോലെയൊക്കെ തന്നെ അതിലും വേണമെങ്കിൽ ഒരുപക്ഷെ അധികമായിട്ട് വായന ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. പല പല കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പല ഇതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു
ബുക്കും പേന എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് എഴുതി വെക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത് രണ്ടാം ഊഴം എന്ന് പറഞ്ഞാൽ MT സാറിൻ്റെ ബുക്ക്. നല്ലൊരു ബുക്കാണ്. പിന്നെ രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ MT സാറിൻ്റെ തന്നെ 4 കെട്ടെന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, നല്ല ബുക്കാണ്. മൂന്നാമത്തത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പാത്തുമ്മയുടെ ആട്. അപ്പോൾ ആ പാത്തുമ്മയുടെ ആട് എന്ന് പറഞ്ഞ ബുക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു നോവൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ സമയത്തൊന്ന് വായിക്കുവാണെങ്കിൽ കുറച്ച് നമുക്ക് നൊസ്റ്റാൾജിയൊക്കെ കിട്ടും. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെയൊക്കെ പണ്ട് ടീച്ചർ ഈ പാത്തുമ്മയുടെ ആട് വായിപ്പിക്കണം ക്ലാസ്സിൽ ഓരോ അല്ലെങ്കിൽ ഇപ്പം ആ ഒരു പേജ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ ഓരോ സ്റ്റുഡൻസിനെ കൊണ്ട് വായിപ്പിക്കും. അപ്പോൾ അവരുടെ വായിച്ച് കേൾക്കണ ആ ഒരു ഐഡിയ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ നാലാമതായിട്ട് പറയുകയാണെങ്കിൽ ബാല്യകാലസഖി, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തന്നെ ബാല്യകാലസഖി. അത് അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ ബെന്യാമിന്റെ ഒരു ആടുജീവിതം എന്ന് പറഞ്ഞ കഥ, അത് സൂപ്പർ കഥയാണ്, വായിച്ചിരിക്കുന്നതാണ്. പിന്നെ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം ആറാമതായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ മയ്യഴിപ്പുഴയുടെ ദിനങ്ങൾ, മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ ദിനങ്ങൾ. പിന്നെ എട്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മയ്യഴിപ്പുഴ ദിനങ്ങളായ ആടുജീവിതമായി. എട്ടാമതായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ തകഴി സാറിന്റെ, തകഴി ശിവശങ്കരപിള്ളയുടെ നമ്മുടെ രണ്ടിടങ്ങഴി നല്ല ഒരു ബുക്കാണ്. പിന്നെ കയറ് നല്ല ബുക്കാണ് സാറിന്റെ തന്നെ. പിന്നെ ഒരു 9ാമതൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബുക്കായിട്ട് പറയുകയാണെങ്കിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറിന്റെ രക്തപുഷ്പങ്ങൾ നല്ലതാണ്. പിന്നെ കുറച്ച് ഇതായിട്ടുള്ള കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് രമണനാണ്. അപ്പോൾ അതും വായിക്കാം. അതൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ബുക്കുകൾ. ഇനിയിപ്പോൾ ഇല്ലാത്ത കുറച്ച് ബുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആത്മകഥ ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ വായിക്കണമെങ്കിൽ നമുക്ക് എൻ്റെ കഥ, കമലാസുരയുടെ എൻ്റെ കഥ സൂപ്പർ ബുക്കാണ്, നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ആത്മകഥ തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടിയൊക്കെ ആയിട്ട് വായിക്കാം. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ബുക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത് ഞാനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ വായിക്കാത്ത ബുക്കുകളാണെങ്കിൽ അവർക്കും വായിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ വന്നിട്ട് കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞാൻ വായിക്കാത്ത ബുക്കുകളാണെങ്കിൽ നിങ്ങൾ അത് കുറച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും പറ്റും. അപ്പോൾ ഞാനിത് ഒന്നുകൂടി പറയണം, വായിക്കാൻ ഏറ്റവും പാടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്ന് എത്തിപ്പെടാൻ മാത്രം ശ്രമിച്ചാൽ മതി. സിമ്പിളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഞാൻ ഒന്നും കൂടി നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയാണ്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളരും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുസ്തക ദിനാശംസകൾ നേരെയാണ്. അപ്പോൾ എല്ലാവരും വായിക്കുക, സന്തോഷമായിട്ടിരിക്കുക, വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.